ദൈവികമായ ചില കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളും ഇറങ്ങിത്തിരിക്കുമ്പോൾ നിരുത്സാഹപ്പെടുത്തുന്നതും നമ്മളെ മടിപ്പിക്കുന്നതും പുറകോട്ട് വലിക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. പക്ഷേ യേശുവിൻ്റെ മാതൃക നമുക്കെല്ലാവർക്കും അനുകരണീയമായൊരു മാതൃകയാണ്. ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് രാവിലെ മോർണിംഗ് മന്നായിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവവചനം എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, അതിന് 35ഉം 36ഉം വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദൈവവചന ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ ആരൊക്കെ യേശുവിൻ്റെ കൂടെ കൂടുമോ അവരെ എല്ലാവരെയും പള്ളിഭ്രഷ്ടരാക്കണമെന്നുള്ള ഒരു നിയമം, ആ നിയമം ശക്തമായിട്ട് നിലനിൽക്കുന്ന സമയത്തും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനേകരെ കർത്താവ് ഈ ദൈവസ്നേഹത്തിലേക്ക് ആനയിക്കാനിടയായിത്തീർന്നു. പഴയ നിയമത്തിൽ നമുക്കങ്ങനെ കാണാൻ കഴിയും. ഇസ്രായേൽ ജനത്തെ പീഡിപ്പിക്കും തോറും ജനം വർദ്ധിച്ചുകൊണ്ടിരുന്നെന്ന തിരുവചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. എവിടൊക്കെ സുവിശേഷത്തിനെതിരായിട്ട് ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ടോ അവിടെയൊക്കെ പിന്നത്തേതി സുവിശേഷത്തിൻ്റെ അലയൊളികൾ, ഹല്ലേലൂയ, ആമേൻ, ഉയർന്നു കേൾക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഇത് ഭൂമിയിലുള്ളതല്ല, ഇത് സ്വർഗത്തിലുള്ളതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ യേശുവിനെ വിശ്വസിക്കുവാനായിട്ട് അടുത്തു വരുന്നത് ആ പള്ളിയുടെ തന്നെ ഒരു പ്രമാണിയാണ്. ആ പ്രമാണിയുടെ ഒറ്റ വിഷയം, തൻ്റെ കുഞ്ഞു മകൾ അത്യാസന്നയിലായിരിക്കും, ഏകജാതയായ മകളാണ്, തന്നെ കൊണ്ട് കഴിയുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്ത് കാണണം. യാതൊരു തരത്തിലുള്ള സൗഖ്യം ലഭിക്കാതിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ വർത്തമാനം അവൻ കേൾക്കുകയും യേശുവിനെ കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത്. അവരെ നിരുത്സാഹപ്പെടുത്തുവാൻ ഒത്തിരി കാര്യങ്ങൾ വന്നു കാണും. ഇനി ഒരു പക്ഷേ പള്ളിയിലേക്ക് അവന് പ്രവേശനമുണ്ടാകത്തില്ല. അവൻ്റെ കുടുംബത്തിനകത്ത് ഒരു നന്മയുടെ മാർഗം, വരുമാനത്തിൻ്റെ, ഉപജീവനത്തിൻ്റെ മാർഗം ചിലപ്പോൾ അടഞ്ഞു വന്നേക്കാം. പക്ഷേ അവൻ ഇറങ്ങിത്തിരിച്ച പാത യേശുവിൻ്റെ പാതയായതുകൊണ്ട് അവൻ മുന്നോട്ട് തന്നെ നീങ്ങാനിടയായിത്തീർന്നു. എന്താ സംഭവിച്ചത്? യേശു അവൻ്റെ ഭവനത്തിലേക്ക് നടന്നു വരുമ്പോൾ വചനം ഇങ്ങനെ കാണുന്നു, കുഞ്ഞു മരിച്ചു പോയി എന്നുള്ളൊരു വർത്തമാനം അവൻ്റെ ഭവനത്തിൽ നിന്ന് വരികയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ശബ്ദം ഞാനും നിങ്ങളുമാണ് കേൾക്കുന്നതെങ്കിൽ എല്ലാം അവിടെ ഇട്ടിട്ട് ഓടി ആ മരണ വീട്ടിലേക്ക് പോകാനിടയായിത്തീരും. എന്നാൽ അതിൻ്റെ നിയന്ത്രണം അടുത്ത നിമിഷം യേശു കർത്താവ് ഏറ്റെടുക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവാത്മനിയോഗത്തോടെ നിങ്ങളോട് പറയാനുള്ള ദൈവശബ്ദം ഇതാ: കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച നീ ഇടയ്ക്ക് വെച്ച് ചില ട്രബിളിലൂടെ പോകുമ്പോൾ കർത്താവ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുന്നു. വിശ്വസിക്കാമോ? ഈ നിമിഷം മുതൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു ചലനം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. ഒരിക്കലും ഒരു പ്രതീക്ഷ ഇനി ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലേക്ക് നിൻ്റെ ആ പ്രാർത്ഥനാ വിഷയത്തെ മൂടിക്കളയാൻ മാനുഷികവും പൈശാചികമായ ശക്തികളെല്ലാം ഒരുമിച്ച് കൂടിയാലും കർത്താവ് നിയന്ത്രണം ഏറ്റെടുത്താൽ കുഞ്ഞേ, കാര്യം തിരിയും. 180 ഡിഗ്രി തിരിയും, 360 ഡിഗ്രി തിരിയും. അവിടെ തിരിവ് സംഭവിക്കുകയാണ്. മരണത്തോടുകൂടി സകലതും അവസാനിച്ചു എന്നാണ് ലോകം വിധി എഴുതുന്നത്. എന്നാൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും മരണത്തിൻ്റെ ഈ പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമാണെന്നും ആമേൻ കർത്താവ് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ മുറുകെ പിടിക്ക്. ദൈവം നിൻ്റെ കയ്യിലൊരു താക്കോൽ തരാൻ പോകുന്നു. അത് വേറൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ താക്കോലാണ്. വിശ്വാസത്തിൻ്റെ താക്കോൽ കർത്താവ് തരാൻ പോകുന്നു. വിശ്വാസത്തിൻ്റെ താക്കോൽ കർത്താവ് തരാൻ പോകുന്നു.
അതിനായിട്ട് ദൈവവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ആ ഭാഗം പറഞ്ഞവസാനിപ്പിക്കുന്നത് ഒരു വലിയ ദൈവപ്രവൃത്തിയോടുകൂടെയാണ്. ആ ഭവനം എന്നെന്നും ഓർക്കത്തക്ക വിധത്തിലുള്ള ദുരന്തവും ദുരിതവും ആകേണ്ട അതേ വിഷയം എന്നെന്നും ഓർക്കത്തക്ക വിധത്തിലുള്ള സന്തോഷമാക്കി മാറ്റിക്കൊടുത്ത ആ കർത്താവിൽ നമുക്കും ആശ്രയിക്കാം. ഏത് പ്രതികൂലത്തിലും കർത്താവിനെ നമുക്ക് ക്ഷണിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി ഹൃദ്യമായിട്ട് ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ച അങ്ങയുടെ ശബ്ദത്തെ ഞങ്ങൾ ആത്മാവിൽ സ്വീകരിക്കുകയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ നടക്കാത്ത ചില ദൈവപ്രവൃത്തികൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നടക്കുവാൻ പോകുന്നല്ലോ. കർത്താവിൻ്റെ കരം നന്മയ്ക്കായിട്ട് നീട്ടപ്പെടട്ടെ, വിടുതലിനായിട്ട് തുറക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.